ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ നിഫ്റ്റിയുടെ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഇപ്പോൾ നിഫ്റ്റി അനാലിസിസ് മാത്രമാണ് നമ്മളിപ്പം ചെയ്തു വരുന്നത്. അതിൻ്റെ ഒരു ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ നമ്മുടെ NISMൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെബി രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. സോ അത് ഇൻ കേസ് നമുക്കത് പാസ്സാകാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് നല്ല സ്റ്റോക്കുകളെ കുറിച്ചുള്ള ലൈവ് ചാർട്ടുകളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിഫ്റ്റിയുടെ റിവേഴ്സലിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടാവും, നിഫ്റ്റിയുടെ റിവേഴ്സൽ ആണോ, അല്ലെങ്കിൽ എന്താണ് ലിക്വിഡിറ്റി പരമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്തുള്ള നിഫ്റ്റിയുടെ ഒരു പൊസിഷൻ എന്നുള്ളത്. സോ അന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലിക്വിഡിറ്റി സോൺ, അതായത് 5.294 ബില്യൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിക്വിഡിറ്റി പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സമയങ്ങളിൽ ആ ലിക്വിഡിറ്റി പോയിന്റിനെ റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് മേലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം നല്ല രീതിയിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു സോണാണ്. അവിടുന്ന് ചെറിയ രീതിയിലൊരു ബൗൺസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു റീപ്ലേ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കൃത്യമായിട്ട് ആ ഒരു ലിക്വിഡിറ്റി സോൺ എത്തിയതിനു ശേഷം മാർക്കറ്റ് കറക്റ്റായിട്ട് ഒരു ബൗൺസ് നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമുക്ക് ആ ഒരു ബൗൺസ് കാണാൻ പറ്റുന്നുണ്ട്. സോ ജസ്റ്റ് എ മിനിറ്റ്. സോ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ബൗൺസ് വരികയാണെങ്കിൽ എന്തായിരിക്കണം അതിൻ്റെ ടാർഗറ്റ് എന്നുള്ളത്. സോ ആദ്യം ഞാൻ പറഞ്ഞിരുന്നത് 22,800 ആയിരുന്നു. അത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിക്വിഡിറ്റി മാത്രമാണ് നമ്മൾ നോക്കാറുള്ളത്. കാരണം ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് ആണ് ശരിക്കും മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ബിഗ് പ്ലേയേഴ്സ് ആണ് മാർക്കറ്റിനെ നിയന്ത്രിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ FIIs ആണെങ്കിലും DIIs ആണെങ്കിലും ബാങ്കുകളൊക്കെ ആണെങ്കിലും അവരുടെ കയ്യിലുള്ള അത്യാവശ്യം വലിയ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടും, അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ അവർക്ക് ഫേവറബിൾ ആക്കിയിട്ടുമാണ് നമ്മളുടെ ഇൻഡെക്സുകളാണെങ്കിലും സ്റ്റോക്കുകളാണെങ്കിലും നമുക്ക് ചാർട്ടിൽ കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ അതിനവർ ഫേവറബിൾ ആക്കുന്നതിൽ അവർ യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ടൂളാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് അല്ലെങ്കിൽ മണി ഫ്ലോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഒരുപാട് ലിക്വിഡിറ്റി ഉള്ള സ്ഥലത്ത് അത്രയും ഓർഡേഴ്സ് പെൻഡിങ് ആണ്, അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കുകൾ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അന്ന് ഞാൻ പറഞ്ഞത് 5 ബില്യൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിലും ഇവിടെ എല്ലായിടത്തുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി കിടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി ടൂൾ നമ്മൾ ഡെവലപ്പ് ചെയ്താണ്. ഇത് നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തും കാണാൻ വേണ്ടി പറ്റില്ല. നൈസ് ട്രേഡ് തന്നെ കോഡ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ലിക്വിഡിറ്റി ടൂളാണ് ഇത്. സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ ഇൻഡെക്സുകളിലും ഓപ്ഷനിലൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടൂളാണ്. ഒരുപാട് പ്രീമിയം മെമ്പേഴ്സ് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് അവർക്ക് ട്രേഡ് എടുക്കുന്നൊക്കെ ഉണ്ട്. സോ അതിനെക്കുറിച്ച് നമുക്ക് പോകെ സംസാരിക്കാം. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇത്രയും ലിക്വിഡിറ്റി ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് ഒരു ബൗൺസിന് വളരെയധികം സ്കോപ്പ് ഉണ്ടെന്നുള്ളത്. സോ എക്സാക്ട്ലി ആ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തോടുകൂടി നല്ല രീതിയിലുള്ള ഒരു ബൗൺസ് നമുക്ക് കാണാൻ പറ്റി. ഇൻ 2 വീക്സ് ടൈം വി കുഡ് സി 5.7% ബൗൺസ് ഇൻ നിഫ്റ്റി. അതായത് അതൊരു വലിയൊരു മൂവ്മെന്റ് ആണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? അപ്പം അന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതുവരെയാണ്, അതായത് ഇപ്പം ഈ ഒരു ഗ്രീൻ വെച്ചിട്ടുള്ള 22,800 വരെയാണ് നമുക്കൊരു പോസിബിലിറ്റി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതായിരുന്നു. പക്ഷേ അവിടുന്ന് നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ പറ്റിയിട്ടില്ല. സോ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെല്ലിംഗ് പ്രഷർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു 23,400 ലെവലിലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. 23,300, 400 ലെവൽ. എന്തുകൊണ്ടാണ് 23,300, 400 ലെവൽ എന്ന് പറയുന്നത്? കാരണം ഈ ഒരു ഏരിയയിലുള്ള ലിക്വിഡിറ്റി അതിനെ റെസ്പെക്ട് ചെയ്തു. അപ്പം നമുക്ക് താഴേക്ക് വരുമ്പോഴും ലിക്വിഡിറ്റി ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലെ മേലേക്ക് പോകുമ്പോഴും ലിക്വിഡിറ്റി ഡിസ്റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു കേസിൽ 1.7 ബില്യൺ ലിക്വിഡിറ്റി ഇവിടെ ഉണ്ടായിട്ടും കണ്ടില്ലേ, ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ഒറ്റ ദിവസത്തെ ക്യാൻഡിൽ, കഴിഞ്ഞ 18 മാർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ചത്തെ ക്യാൻഡിലിൽ 325 പോയിന്റ് ആണ് നിഫ്റ്റി കയറിയിട്ടുള്ളത്. അത് കയറിയപ്പോൾ തന്നെ ഈ ഒരു ലിക്വിഡിറ്റിക്ക് പുല്ല് വില കൊടുത്തിട്ടാണ് കയറിയത്. അതായത് അവിടുന്ന് സെല് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. സോ അതിനർത്ഥം നമ്മൾ അടുത്തൊരു ലിക്വിഡിറ്റി പോയിന്റിലേക്ക് നോക്കണം എന്നുള്ളതാണ്. സോ ഇവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ അത് നമുക്ക് കാണാൻ പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുധനാഴ്ചക്ക് ശേഷം അതായത് ഇന്ന് വ്യാഴാഴ്ച ഓപ്പൺ ചെയ്യുന്ന തന്നെ ആ ലിക്വിഡിറ്റിയെ ടേക്കൺ ഔട്ട് ചെയ്തുകൊണ്ടാണ്, ഡിസ്റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ്. സോ അതിനർത്ഥം അതും സെല്ലിംഗ് പോയിന്റ് അല്ല എന്നുള്ളതാണ്. സോ നമ്മൾ നോക്കേണ്ടത് അടുത്ത ലിക്വിഡിറ്റിയാണ്. അടുത്ത ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ 23,460 ഉണ്ടല്ലേ, ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സോ ഈ ഒരു ഏരിയ വരെ നമ്മൾക്ക് ഈ ഒരു ബൗൺസ് സക്സസ്ഫുള്ളി പോകാനുള്ള സാധ്യത നമ്മൾ ലിക്വിഡിറ്റി അനാലിസിസ് വെച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ന് FOMC മീറ്റിംഗ് വന്നിട്ടുണ്ട്, ഏകദേശം അതിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടാവും. സോ നമ്മൾ S&P ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൈഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ചെറിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഇങ്ങനെ S&P ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് നാളെയാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പിക്ചർ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. ആപ്പിളും ടെസ്ലയും നെറ്റ്ഫ്ലിക്സ് ഒക്കെ ആണെങ്കിലും ചെറിയൊരു മൂവ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്.
പോസിറ്റീവായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഉണ്ടല്ലേ? അപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റൊക്കെ ഈ ടൂള് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ ടെസ്ലയിൽ നെറ്റ്ഫ്ലിക്സിലൊരു ട്രേഡ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിക്വിഡിറ്റി വെച്ചിട്ട് കണ്ടില്ലേ? കറക്റ്റായിട്ട് ഇവിടുന്ന് ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെസ്ലൻ്റെ കേസിലൊക്കെ ആണെങ്കിലും ഈ ലിക്വിഡിറ്റി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അനാലിസിസുകളൊക്കെ നടത്തുന്നത്. ഇത് എല്ലാ കേസിലും ഇത് ആക്റ്റീവ് ആണ് എന്നുള്ളതാണ്. സോ ആ ഒരു ടൂൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് തന്നെ നമുക്ക് പോകാം. അപ്പോൾ പറഞ്ഞു വരുന്നത് FOMC മീറ്റിംഗിന്റെ വലിയൊരു നെഗറ്റീവായിട്ട് ഇതുവരെ റിഫ്ലക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നിഫ്റ്റിയുടെ കേസിൽ നമുക്ക് ഈ ഒരു 1.7 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, 07 എന്ന് പറഞ്ഞിട്ടുള്ള ബില്യൺ ഏരിയയിലേക്ക് നമുക്ക് നിഫ്റ്റി വന്നിട്ട് ഇവിടുന്ന് ഒരു സെൽ ഓഫ് നമുക്ക് കാണുവാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് ഒരു ഡൗൺവാർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് എത്രത്തോളം പിന്നെ താഴേക്ക് പോകും എന്നുള്ളത് നമുക്ക് പിന്നീടുള്ള ലിക്വിഡിറ്റി ഫോർമേഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കാം. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പോയിന്റ് ആണ്. അതായത് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 23,460 മുതൽ ആ ലിക്വിഡിറ്റി ബോക്സിന്റെ എൻഡ്, നമ്മൾ ആ ബോക്സ് ആണ് കൺസിഡർ ചെയ്യുക. 23,460 മുതൽ 23,560 എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ, ഈ ഒരു ബോക്സിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കുക. ഇൻ കേസ് അവിടുന്ന് ഒരു ഷാർപ്പ് സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണുവാണെങ്കിൽ, ഇപ്പോൾ ഒരുപാട് പേരുടെ പോർട്ട്ഫോളിയോ കുറച്ചൊക്കെ റിക്കവർ ആയിട്ട് കിടക്കുന്നുണ്ടാവും. സോ ഒരു സെൽ ഓൺ റൈസ് എന്നുള്ള തിയറി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പ്രോഫിറ്റ് ഒക്കെ ബുക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് നല്ല ബാഡ് ആയിട്ട് കിടക്കുന്ന ഒരുപാട് ഓവർ വാല്യൂഡ് സ്റ്റോക്സ് ഒക്കെ നമ്മളുടെ ഇതിലുണ്ടാവും, എന്താ പറയുക, പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകും. സോ അതൊക്കെ നമുക്ക് സെൽ ഓഫ് ചെയ്യാവുന്നതാണ്. അത് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് സക്സസ്ഫുള്ളി റിവേഴ്സ് ആയി എന്ന് നമുക്ക് പറയാനായിട്ടില്ല. കാരണം നമ്മളെപ്പോഴും നമുക്കറിയാം ബിഗ് പ്ലേയേഴ്സ് എല്ലാം നോക്കുന്നത് വീക്ക്ലി ടൈം ഫ്രെയിം ആണെന്നുള്ളത്. ഇപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഒരു സെല്ലിംഗ് പ്രഷറാണ്. അപ്പോൾ അതിൽ നമുക്കൊരു ബൈ പ്രഷർ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ ഒരു ടൂളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൈ ആൻഡ് സെല്ലിംഗ് പ്രഷർ വളരെ കൃത്യമായിട്ട് അത് ടൈംലി കാണിക്കാറുണ്ടെന്നുള്ളതാണ്. സോ ഇവിടെ സെല്ലിംഗ് പ്രഷർ കണ്ടു എന്നുള്ള സ്ഥിതിക്കായി നോക്കുമ്പം ഐ ക്യാൻ എക്സ്പെക്ട് 2022 ആ ഒരു ലെവലിൽ ഇനി ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വീക്ക്ലി ടൈം ഫ്രെയിമിൽ. സോ അതുകൊണ്ട് വീക്ക്ലി ടൈം ഫ്രെയിം ഇപ്പോഴും ബിയറിഷ് തന്നെയാണ്. സോ അതിൻ്റെ ഇടയിൽ വരുന്ന ഓരോ ബൗൺസുകളും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓരോ ബൗൺസുകളും ലിക്വിഡിറ്റി ഏരിയകളിൽ നിന്ന് കഴിഞ്ഞ ഓരോ ബൗൺസും ഞാൻ കറക്റ്റ് സമയങ്ങളിൽ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു മൂവ്മെന്റ് കറക്റ്റ് ആയിട്ട് അതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മൂവ്മെന്റിന്റെ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ബൗൺസ് ആണെന്നുള്ളത്. ഈ ഒരു മൂവ്മെന്റിന്റെ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് ബൗൺസ് ആണെന്നുള്ളത്. സോ എവിടേക്ക് ലിക്വിഡിറ്റി വരുന്നോ ലിക്വിഡിറ്റി അനാലിസിസ് നമ്മൾ യൂസ് ചെയ്തിട്ട് കൃത്യമായിട്ട് അന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ പറയുന്നത്, ഈ ഒരു ബോക്സ് നമ്മൾ മേലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കൊരു റിവേഴ്സൽ പോസിബിലിറ്റി എന്ന് പറയാം. അതായത് 23,500 മേലെ നമുക്ക് വീണ്ടും സക്സസ്ഫുള്ളി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ചിലപ്പോൾ ഒന്ന് ഓൾ ടൈം ഹൈ ഒന്ന് ടച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി കാണാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. സോ ഇതൊരു വലിയൊരു കടമ്പ തന്നെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. അതിനുശേഷം നമുക്ക് അറിയാം ഏകദേശം 24,700 വരെ നല്ലൊരു ലിക്വിഡിറ്റി ഉണ്ട്. സോ അത്ര വരെ പോകാനും സാധ്യതയുണ്ട് എന്നുള്ളത്. സോ ഈ ഒരു കടമ്പ എങ്ങനെയാണ് നിഫ്റ്റി കിടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇവിടുന്ന് ഒരു സെൽ ഓഫ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുവാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് ഒന്നുകൂടെ ഒരു ഡിപ്പ് നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം വീക്ക്ലി ടൈം ഫ്രെയിമിൽ നിഫ്റ്റി ബിയറിഷ് തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്. സോ ഇവിടെ എത്തുന്ന സമയത്ത് കുറച്ചൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക, പ്രോഫിറ്റ് ലോക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ പിന്നീട് നമുക്കറിയാം മാർക്കറ്റ് ബിയറിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെൽ ഓഫുകൾ നടക്കുന്നുണ്ട്. ഒരുപാട് സ്റ്റോക്കിൽ നമ്മൾ മുൻപ് കണ്ടതാണ്. നമുക്ക് സെൽ ഓൺ റൈസ് വരുന്ന സമയത്ത് നമ്മളത് ബുക്ക് ചെയ്യാതിരിക്കും, വീണ്ടും കയറുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഗ്രീഡോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു എക്സ്പെക്ടേഷനോ വെച്ചിരിക്കും. പക്ഷേ മാർക്കറ്റിൽ ഒരിക്കലും വർക്ക് ചെയ്യാത്തൊരു സംഭവമാണ് ഇമോഷൻ ആൻഡ് എക്സ്പെക്ടേഷൻ. യു ഷുഡ് സീ മാർക്കറ്റ് വിത്ത് ദ ഐ ഓഫ് അനലിറ്റിക്സ്. അനലിറ്റിക്സിൽ അല്ലെങ്കിൽ ലിക്വിഡിറ്റിയിൽ ചാർട്ടിൽ കൃത്യമായിട്ടുള്ള വ്യൂവിൽ മാത്രം നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ നമുക്കറിയാം ലിക്വിഡിറ്റി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ലിക്വിഡിറ്റി എവിടേക്ക് വന്നാലും ആ ടച്ച് ചെയ്യുന്ന ഏരിയകളിൽ നിന്നൊക്കെ നല്ല രീതിയിൽ നമുക്ക് മൂവ്മെന്റുകൾ കാണാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലിക്വിഡിറ്റിയെ ബേസ് ചെയ്ത് മാത്രം നമ്മൾ നൈസ് ട്രേഡിൻ്റെ ഒരു FLF എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രാറ്റജി ഉണ്ട്. ഫിബൊനാച്ചിയും ലിക്വിഡിറ്റിയും കൂടിയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ചെറിയ, അതായത് 15 മിനിറ്റിലൊക്കെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. വീക്കിലി ലിക്വിഡിറ്റി നോക്കിയിട്ട് അതിന്ന് 15 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ബൈയിങ് പ്രഷറൊക്കെ നോക്കിയിട്ട് ഫിബനാച്ചി വെച്ചിട്ട് നമ്മൾ നോക്കും. ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് അങ്ങനെ ഈ ഒരു ചെറിയ മൂവ്മെന്റിൽ പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ബൗൺസിലും പിടിക്കാൻ പറ്റി, ഈ ഒരു ബൗൺസിലൊക്കെ പിടിക്കാൻ പറ്റി. ഇപ്പം അതിൽ നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റോക്കായിരുന്നു E2E, അതേപോലെ ക്യാംസ് ഒക്കെ. E2E ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ലിക്വിഡിറ്റി പോയിന്റിൽ വരുന്ന സമയത്ത് ബൗൺസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ. ഇപ്പോൾ ഇതായിരുന്നു ലിക്വിഡിറ്റി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത്. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് കറക്റ്റായിട്ട് ഈ ഒരു 16-18% ഒക്കെ നമ്മളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ബുക്ക് ചെയ്തതൊക്കെ നമുക്കിവിടെ അവർ ഡിസ്കസ് ചെയ്യുന്ന കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ഈ ഒരു മാർക്കറ്റിൽ ഉണ്ടല്ലേ,
ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നമ്മളുടെ ഈ ഒരു ലിക്വിഡിറ്റി ആൻഡ് ഫിബൊനാച്ചി മൊമെന്റം എന്ന് പറയുന്ന സ്ട്രാറ്റജി. ഓക്കെ, അതുപോലെ തന്നെയാണ് ക്യാമ്സിന്റെ കേസിലും. അതിന്റെ മറ്റൊരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ഇപ്പോൾ നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പുകളിൽ അവർ ലിക്വിഡിറ്റി നമ്മളെടുത്ത് ചോദിക്കുന്നുണ്ട്, അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ട്രേഡിംഗ് വ്യൂ യൂസ് ചെയ്യാൻ അറിയുന്ന ആളുകൾക്കാണെങ്കിൽ ലിക്വിഡിറ്റി നമ്മൾ ഈ ടൂള് സബ്സ്ക്രിപ്ഷൻ ബേസിൽ നമ്മൾ ആക്സസും കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു കേസിൽ തന്നെ ലിക്വിഡിറ്റി അറിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നൊന്നും നമുക്ക് വാങ്ങേണ്ട കാര്യമില്ല സ്റ്റോക്ക്. ഇവിടെ എത്തുമ്പോൾ മാത്രം ഇത് വാങ്ങുന്നതിനെ കുറിച്ച് നമ്മൾ പരിഗണിച്ചാൽ മതി. അതും ചെറിയ ഷോർട്ട് ടേം സ്വിങ്ങിനൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ക്യാമ്സിന്റെ കേസിലാണെങ്കിൽ എക്സാക്ട്ലി ഈ ലിക്വിഡിറ്റി പോയിന്റ് എത്തിയതിനു ശേഷം കണ്ടല്ലേ, ടച്ച് ചെയ്യുന്നു, നേരെ പൊങ്ങി ഒരു 21% മൂവ്മെന്റ്. സോ അത്തരത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരുപാട് കേസിൽ ഇപ്പോൾ കല്യാണിന്റെ കേസിലും ഞാൻ ആ അനാലിസിസ് ഒക്കെ ചെയ്യുന്നതൊക്കെ ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടാണ്. ഇൻ മൈ ഒപ്പീനിയൻ ലിക്വിഡിറ്റി ഈസ് ദ ഹാർട്ട് ഓഫ് ദി ചാർട്ട്. ചാർട്ടിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റി എവിടെ ഉണ്ടോ അവിടുന്ന് മാർക്കറ്റ് ഭയങ്കര രീതിയിൽ റിയാക്ട് ചെയ്യും. അതുവരെയുള്ള ഏരിയകളിലൊന്നും ഇത് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഡിസ്റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത ലിക്വിഡിറ്റി വരെ എങ്ങനെയായാലും പോകും എന്നുള്ളതാണ്. സോ ഈ ഒരു ബൗൺസ് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പം ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് ചെറുതായിട്ടൊരു ബൗൺസ് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷെ അതൊരു സക്സസ്ഫുൾ ആയിട്ടില്ല. പക്ഷെ എന്നാലും ചെറിയ രീതിയിലുള്ള ട്രേഡുകളൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലിക്വിഡിറ്റി ഏരിയയിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, 15 മിനിറ്റിലേക്ക് നമ്മൾ ആ ചാർട്ട് മാറ്റും. 15 മിനിറ്റിലേക്ക് ചാർട്ട് മാറ്റുന്ന സമയത്ത് വി ക്യാൻ സീ എ ബൈയിങ് സിമ്പിൾ. ആ ബൈയിങ് സിമ്പിൾ കണ്ടിട്ട് നല്ലൊരു സെല്ലിംഗ് പ്രഷർ കാണുന്നവരെ, അല്ലെങ്കിൽ അടുത്ത ലിക്വിഡിറ്റി പോയിന്റ്, ഞാൻ ഇപ്പോൾ നിഫ്റ്റിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ലിക്വിഡിറ്റി ഉള്ള ഏരിയകളിൽ നിന്ന് ബുക്ക് ചെയ്യാന്നുള്ളത്. സോ ആ ബൈ കണ്ടതിന് ശേഷമുള്ള റീടെസ്റ്റിന് അടുത്ത ലിക്വിഡിറ്റി വരെ നമുക്കൊരു 6% ചെറിയ ചെറിയ ബുക്കിംഗ് ആണ്. അതും ടേക്കൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ഒരു ലിക്വിഡിറ്റി ഏരിയ, അതായത് ഗ്രീൻ ഏരിയ എവിടെയാണോ അവിടെ വരെയാണ് നമ്മൾ ടാർഗറ്റ് കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ ഫിബൊനാച്ചിയാണ് വെക്കാറുള്ളത്. ഫിബൊനാച്ചി നമ്മൾ ഇപ്പം കൂടുതലായിട്ട് പറയുന്നില്ല, അതൊരു കോഴ്സ് പോലെ ചെയ്യുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് നമ്മൾ ഫിബൊനാച്ചിയുടെ കാര്യം നമ്മളിപ്പോൾ ലിക്വിഡിറ്റി ഗ്രൂപ്പിൽ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. സോ അവർ ഏതായാലും പേ ചെയ്തിട്ടാണ് അത് വാങ്ങുന്നത്. സോ നമുക്കതൊരു ഫ്രീ ടൂളായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ ഈ ഒരു ഏരിയയിൽ വരുന്ന സമയത്ത് ഉണ്ടല്ലോ, എക്സാക്ട്ലി അവിടെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു ഇത് വരുന്നുണ്ട്. സോ കല്യാണിന്റെ കേസിൽ ഈ ഒരു ലിക്വിഡിറ്റി ടേക്കൺ ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഒരു ചെറിയൊരു മൊമെന്റം കൂടി കിട്ടാൻ സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ വീക്ക്ലി ടൈം ഫ്രെയിമിൽ സ്റ്റോക്ക് കുറച്ചുകൂടെ ബിയറിഷ് ആണ്. അതുകൊണ്ട് നമ്മൾ ലോങ് ടൈമിലേക്ക് അത് ഹോൾഡ് ചെയ്യാൻ പാടില്ല. സോ അറ്റ് പ്രസന്റ് നമ്മൾ വീക്ക്ലി ലിക്വിഡിറ്റിന്റെ അവിടുന്ന് എടുത്ത സാധനം അടുത്ത ലിക്വിഡിറ്റി പോയിന്റിൽ വെച്ചിട്ട് വിൽക്കുക എന്നുള്ളതാണ്. സോ ഒരു 9 ദിവസം കൊണ്ട് ഒരു 15% ഒക്കെ പ്രോഫിറ്റ് ഒരുപാട് പേര് അങ്ങനെ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. ഇപ്പോൾ E2E കേസിലാണെങ്കിലും അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഈ ഒരു ഏരിയ എന്നാണ് കണ്ടല്ലേ, ഇവിടുന്ന് ബൈ നമുക്ക് കാണാൻ പറ്റി. ആ ബൈ നമ്മൾ കൺഫേം ചെയ്യുന്നത് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഒക്കെ കാണുമ്പോഴാണ്. ഇത് സ്മാർട്ട് മണി കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ എൻ്റയർ സംഭവം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇപ്പം നമുക്കറിയാം ഒരുപാട് പേര് സ്മാർട്ട് മണിയിൽ 50,000 60,000 ഒക്കെ കോഴ്സ് ഫീസ് ചാർജ് ചെയ്തിട്ട് വരുന്നത്. നമ്മൾ ഈ ഒരു ഒറ്റ ലിക്വിഡിറ്റി ലെൻസ് ടൂൾ ഡെവലപ്പ് ചെയ്ത് തന്നെ അത്തരത്തിലുള്ള കോഴ്സ് എന്താ പറയുക സ്കാമേഴ്സിനെതിരെയാണ്. അതായത് അത്രയൊന്നും വലിയ സംഭവമായിട്ട് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവർ പഠിപ്പിക്കുന്നതും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടൂള് ഇത്തരത്തിൽ ഒന്നും കാണിക്കാൻ വേണ്ടി പറ്റില്ല. അവർ ഇങ്ങനെ ഓരോ ക്യാൻഡിൽ വെച്ചിട്ട് ഇവിടെയാണ് ലിക്വിഡിറ്റി, ഇവിടെയാണ് ലിക്വിഡിറ്റി, ഇവിടെയാണ് ലിക്വിഡിറ്റി, അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കാണുന്ന വീഡിയോസിൽ ഇത്തരത്തിൽ മാർക്ക് ചെയ്തിട്ട് ഒരു ഫെയർ വാല്യൂ ആണോ, ഓർഡർ ബ്ലോക്ക് ആണോ, അല്ലെങ്കിൽ അവിടെ എത്ര ലിക്വിഡിറ്റി ഉണ്ട്, സിഗ്നിഫിക്കൻറ്റ് ലിക്വിഡിറ്റി ഉണ്ടോ എന്നൊന്നും ഒരു കോഡിലൂടെ അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്ററിലൂടെ കാണിക്കാതെ വെറും പ്രൈസ് ആക്ഷൻ മാത്രം കാണിച്ചിട്ട് അവർ വിശ്വസിക്കുന്ന എത്രയോ പേരുണ്ട് 40,000-50,000 ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂള് ചെറിയൊരു പൈസക്ക് നമ്മൾ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ചെയ്യുന്നത് ട്രേഡിംഗ് വ്യൂവിൻ്റെ പ്രീമിയം പ്ലാൻ നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് അതിലൊരു 48,000 അടുത്ത് നമുക്ക് ചാർജ് വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ അതിനൊരു ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ ചാർജ് വരുന്നത്. സോ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ട്രേഡിങ്ങിനെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ലിക്വിഡിറ്റി ലെൻസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്നുള്ളത് വളരെ ഗ്യാരണ്ടീഡ് ആയിട്ട് ഞാൻ പറയുകയാണ്. അപ്പം ഇപ്പോൾ കേസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാത്തിലും വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പം ഞാനിപ്പം ബിറ്റ് കോയിനിലാണെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ബിറ്റ് കോയിനിൽ നടക്കുന്നത്. ബിറ്റ് കോയിനിലും വളരെ കൃത്യമായിട്ട് നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടല്ലേ, ഇവിടുന്ന് വരുന്നു ആൻഡ് ദെൻ സോ ലിക്വിഡിറ്റി എവിടെയുണ്ടോ ആ ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിനേക്കാൾ ഇഫക്റ്റീവായിട്ട് ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഞാൻ പറയുണ്ടായി, ഓപ്ഷൻസ് ചാർട്ടിൽ ഇപ്പോൾ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചാർട്ട് നമ്മൾ എടുക്കുക. ഒരുപാട് പേര് വെറുതെ നിഫ്റ്റിയിൽ ഓപ്ഷൻസിലൊക്കെ കളിച്ചിട്ട് ഒരുപാട് പൈസ കളയുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഓപ്ഷൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷേ ജസ്റ്റ് ഷോ ഹൗ ഇഫക്റ്റീവ് അവർ ടൂൾ ഈസ്. ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഇവിടുന്ന് ഈ ഒരു ലിക്വിഡിറ്റി ഇവിടെ ബൈ സിഗ്നൽ നമുക്ക് തന്നു. അതിന് ഫിബൊനാച്ചി വെച്ചിട്ട് ഫുൾ ബ്ലൗൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞാനും ഓപ്ഷൻസ് ഇപ്പോൾ അധികം ചെയ്യാറില്ല, അതുകൊണ്ട് തന്നെ ഈ ട്രേഡ് ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കായിരുന്നു, കാരണം ഒരുപാട് പേര് ഓപ്ഷന് വേണ്ടിയിട്ടും നമ്മളുടെ ടൂൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.
സോ ഈ ഒരു 1900% ഇൻ 2 ഡേയ്സ് എന്ന് പറയുന്നത് വല്ലാത്തൊരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. സോ അതും നമുക്ക് ഇവിടെ നമ്മുടെ ലിക്വിഡിറ്റി അനാലിസിസ് വെച്ചിട്ട് ലിക്വിഡിറ്റി ആൻഡ് ബ്രേക്ക് ഔട്ട് അനാലിസിസ് വെച്ചിട്ട് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. ഫോറക്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ XAUSD, US ഓയിൽ എല്ലാത്തിലും വർക്ക് ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ ഇതിനൊരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് ആക്സസ് സിസ്റ്റത്തിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ബാക്ക് ടു നിഫ്റ്റി. നിഫ്റ്റിയുടെ ഈ ഒരു കേസിൽ നമുക്കറിയാം 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ നിഫ്റ്റിയുടെ കേസിലും ഈ ഒരു വരെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ലിക്വിഡിറ്റി ഏരിയയാണ്. അവിടെ നമുക്കൊരു ബൈ സിഗ്നൽ വന്നു, ഇവിടെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വന്നു, ആൻഡ് ദെൻ ആ ഒരു മൂവ്മെൻറ്റ് മുഴുവനും നമുക്ക് കിട്ടി. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഗ്രൂപ്പിൽ പറയാറുള്ളത് നിഫ്റ്റി ഇതുവരെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. സോ അത്തരത്തിൽ നമുക്കൊരു നിഫ്റ്റിയും കൂടി നമ്മൾ വാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ചെറിയ ചെറിയ ട്രേഡുകൾ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ അത്തരത്തിൽ എടുത്തിട്ടുള്ള കുറേ ട്രേഡുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇത് ഈ കാണുന്നത് എന്നുള്ളതാണ്. സോ പ്രീമിയം ഗ്രൂപ്പിലേക്ക് നമുക്ക് ആക്സസ് വേണ്ടവർക്ക് എടുക്കാവുന്നതാണ് എന്നുള്ളതാണ്. സോ ഇനി നമ്മൾ കുറേ പേര് ഫോറക്സിൻ്റെ ചാർട്ട് അനലൈസ് ചെയ്യുമോ, ലിക്വിഡിറ്റി ചാർട്ട് അനലൈസ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ബിറ്റ് കോയിൻ്റെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ സമയം പോലെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. സോ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമുക്ക് നാളെ മറ്റന്നാളോ ഒന്നുകൂടെ നിഫ്റ്റിയുടെ നാളത്തെ ഒരു റിസൾട്ട് കൂടി നോക്കിയിട്ട് എന്താണ് കാര്യം എന്നുള്ളത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ അതുവരെ സി യു. ഓക്കെ, ഗുഡ് ബൈ.